ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഒരു യാഥാർത്ഥ്യം എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 42-ാം തിരുലിഖിതം, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഒന്ന് ഏറ്റു പറയാം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഒരു കൽപ്പനയാണിത്. ഇതിനെക്കുറിച്ച് ഇന്ന് അല്പം ഒന്ന് പഠിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. എനിക്ക് വലത്ത് ബ്രസ്റ്റിൽ നിന്നും പഴുപ്പും വെള്ളവും വരുവായിരുന്നു. 1.5 വർഷത്തോളം ഞാൻ കൊണ്ടു നടന്നു, വീട്ടിൽ ആരും അറിയിക്കാതെ പേടിച്ചിട്ട് ദൈവമേ ഞാൻ അങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്നിട്ട് ഒരു ദിവസം എനിക്ക് പനി വന്ന് എൻ്റെ അനിയത്തി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഇത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആശുപത്രി കൊണ്ട് കാണിക്കണം. ഒരു ഡോക്ടർക്ക് എഴുതി തന്നു, മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ ഒരു ഡോക്ടർക്ക് എഴുതി തന്നു. ആ വാർഡിലേക്ക് നേരെ എഴുതി തന്ന് അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നാളെ തന്നെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ നാളെ കാരിസ്ഭവനി അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുവാണ്, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. അത് അവിടെ കൂടി കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 5-ാമത്തെ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണവും ശരീരത്തിൽ ഭയങ്കര ചൂട് അനുഭവപ്പെടും, ശക്തമായ തലവേദനയും ചൂടും ശരീരത്തിൽ അനുഭവപ്പെട്ടു. പിന്നെ ഛർദ്ദിച്ചു, കണ്ടുമാനം ഛർദ്ദിച്ചു ആ ശരീരത്തുള്ള അണുക്കൾ. അത് കഴിഞ്ഞ് DDRSലെ ഒരു അനിയത്തി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ അനിയത്തി റിസൾട്ട് എല്ലാം പോയിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് വഷളായിട്ടിരിക്കുവാണ്, അതുകൊണ്ട് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതൊന്ന് പെട്ടെന്ന് പിന്നെ മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറെ കാണിച്ചു. അവിടുന്ന് കട്ട് ചെയ്ത് എടുത്ത് പരിശോധിച്ച് പറഞ്ഞു ക്യാൻസറാണ്, ഉറപ്പാണ്, അതുകൊണ്ട് പിന്നെ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഓപ്പറേഷൻ ചെയ്ത് തിരുവനന്തപുരത്തിന് അയച്ചു. ഇത് അത് ക്യാൻസർ ശരീരത്തിൽ മൊത്തം വ്യാപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് അവിടെ തിരുവനന്തപുരത്തിന് അയച്ചിട്ട് അവിടുന്ന് റിസൾട്ട് വന്ന് യാതൊരു കുഴപ്പവും ഇല്ല, റേഡിയേഷനോ കീമോയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ എളിയ മകളുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ? 1.5 വർഷമായി ചോരയും പഴുപ്പും വന്നുകൊണ്ടിരിക്കുക. കൂടി വരുന്ന ഒരു പ്രയാസമായിരുന്നു ആ സഹോദരിയുടേത്. ക്യാൻസർ സ്പ്രെഡ് ചെയ്ത സ്ഥിതിയായിരുന്നു. ആ 5 ദിവസത്തെ അഭിഷേകാഗ്നി കൺവെൻഷനിൽ പങ്കുചേർന്ന് ആ 5-ാമത്തെ ദിവസം ഒരു വിടുതലിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1.5 വർഷമായി ശരീരത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ചോരയും പഴുപ്പും കൊണ്ട് നിലച്ചു. ശരീരത്തിൽ ക്യാൻസർ അപ്രത്യക്ഷമായി. ആ വ്യക്തി വലിയ ആഹ്ലാദത്തോടെ തൻ്റെ സൗഖ്യത്തെക്കുറിച്ച് ഇന്ന് ജനങ്ങളെ അറിയിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കുട്ടികളും മുതിർന്നവരും സമൂഹം മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ ഒരു പുതിയ അഭിഷേകം കൊണ്ട് നിറയട്ടെ. എല്ലാവരും അതരം തുറന്ന് നന്നായിട്ട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ അവിടുന്ന് എന്റെ പാപങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി എന്ന് വിശ്വസിച്ച് ഏറ്റു പറയുന്നു. യേശുവേ അങ്ങന്റെ കർത്താവാകുന്നു. യേശുവേ അവിടുത്തെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ
കൃപയാൽ എന്റെ എല്ലാ പാപങ്ങളും എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ വഴികളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പാപവും പാപമാർഗങ്ങളും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. എന്റെ ജീവിതം യേശുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പിശാചുമായി ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകളോ കരാറുകളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ ഞാൻ അവ റദ്ദ് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചിനെ അവൻ്റെ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് പാപവും പാപ വഴികളെ കുറിച്ച് പശ്ചാത്തപിച്ച് യേശുവിനെ ആരാധിക്കുമ്പോൾ ആത്മാവിൻ്റെ വലിയ അഭിഷേകം പ്രവഹിക്കും. കരങ്ങൾ ഉയർത്തി നിങ്ങൾക്ക് സാധിക്കുന്നത്ര ഉച്ചത്തിൽ സ്തുതിക്കണം. ഞാനൊരു വീട്ടിലാണല്ലോ, എൻ്റെ കുടുംബാംഗങ്ങളാണ് ചുറ്റും നിൽക്കുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. പിന്നെയോ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്നത് പോലെ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന അതിനെ തുറന്ന് സ്തുതിക്കുക. കുട്ടികളും മുതിർന്നവരും എല്ലാവരും സ്തുതിക്കുന്നു. ലക്ഷയും നാണവും മാറി ഹൃദയം തുറക്കുക, അതിനെ തുറക്കുക, ദൈവത്തെ ആരാധിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഓ, ദൈവത്തിന്റെ അത്ഭുത ശക്തി നിറയട്ടെ, അത്ഭുത അഭിഷേകം നിറയട്ടെ, അത്ഭുത കൃപകൾ നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ഓരോ ഹൃദയങ്ങൾ ഉണരട്ടെ, വിശുദ്ധി നിറയട്ടെ, പാപബോധം കൊണ്ട് നിറയട്ടെ, പശ്ചാത്താപം ഉണ്ടാകട്ടെ, പാപ വെറുതു വഴി കൃപ ലഭിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. എല്ലാ തിന്മകളെയും എല്ലാ ആധിപത്യങ്ങളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. ആരാധന, ആരാധന, ആരാധന. മദ്യപാനം, ചീട്ടുകളി, പുകവലി, ദുർനടപ്പ്, വ്യഭിചാരം, സ്വവർഗഭോഗം, സ്വയംഭോഗം, എല്ലാ തിന്മകളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടപ്പാടുകളും സന്തോഷത്തോടെ എടുക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങളാണ്. യേശു നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളിൽ പ്രധാനപ്പെട്ടൊരു വാഗ്ദത്തമാണ് വെളിപാടിൻ്റെ പുസ്തകം 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഉറക്കെ പറയാം. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോടനുബന്ധിച്ചുള്ള എല്ലാ വാഗ്ദത്തങ്ങളിലും നാം കാണുന്നൊരു പ്രത്യേകതയാണ് സമ്മാനം നൽകുന്നതിന് വേണ്ടി വരുന്ന യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള വചനത്തിൽ പഠിക്കുന്നതാണ്, ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കേട്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരും അതുപോലെ തന്നെ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അത് ചില പന്തക്കുസ്ത ഗ്രൂപ്പുകാരുടെ ചില കാര്യങ്ങളാണ്, അതിലൊരു കാര്യമൊന്നുമില്ല, ഇങ്ങനെ അതിനെ അവഗണിച്ച് കളയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു കൗതുകം, കത്തോലിക്ക സഭയ്ക്ക് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നതിനെക്കുറിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധന ഗ്രന്ഥമായ ഈ മതബോധന ഗ്രന്ഥം എൻ്റെ കയ്യിൽ ലഭിച്ചു. ഈ മതബോധന ഗ്രന്ഥത്തിൽ 668 ഖണ്ഡിക മുതൽ 682 ഖണ്ഡിക വരെ യേശുക്രിസ്തുവിൻ്റെ
രണ്ടാം വരവിനെ കുറിച്ച് സഭ വളരെ വിശദമായി ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. സഭ അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? He will come again in glory to judge the living and the dead. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. ഇതാണ് നിക്കിയ സൂനകദോസ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നാം എന്നും ഏറ്റു പറഞ്ഞ സംഗതിയാണ്, അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം പ്രവാചകന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്വർഗം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിലെ 11-ാമത്തെ തിരുലിഖിതം, യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ യേശു പോയ വഴിയെ സ്ലീഹന്മാർ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വെള്ളവസ്ത്രധാരികളായ 2 പേർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ ചോദിച്ചു, അപ്പോസ്തല പ്രവർത്തനം 1:11, അല്ലയോ ഗലീലിയരേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും, അവൻ വീണ്ടും വരും. പിതാവായ ദൈവത്തിൻ്റെ ദൂത് മാലാഖമാർ ഭൂവാസികളോട് പ്രഖ്യാപിച്ചു. അവർക്ക് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും സഭയുടെ ഈ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് നാം എങ്ങനെയാണ് വായിക്കുന്നത്? 670-ാം ഖണ്ഡിക. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അവസാന മണിക്കൂറിൽ എത്തിക്കഴിഞ്ഞു. യുഗങ്ങളുടെ അവസാനം നമ്മെ സമീപിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ നവീകരണം പിൻവലിക്കാനാവാത്ത വിധം തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തിൻ്റെ നവീകരണം, ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ള നടപടിക്രമങ്ങൾ പിൻവലിക്കാനാവാത്ത വിധം തുടങ്ങിക്കഴിഞ്ഞു. നാമോ അവസാന മണിക്കൂറിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് സഭയ്ക്ക് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു പ്രബോധനത്തിൽ 674-ാം ഖണ്ഡികയിൽ യേശുക്രിസ്തുവിനെ സഭ പഠിപ്പിക്കുകയാണ്, മഹത്വപൂർണനായ മിശിഹായുടെ വരവ് ചരിത്രത്തിൻ്റെ ഓരോ നിമിഷവും മാറ്റിവെക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മഹത്വപൂർണനായ യേശുവിൻ്റെ രണ്ടാം വരവ് ഈ നിമിഷത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നിമിഷം അത് മാറ്റിവെച്ചു എന്നുള്ളതാണ്. അത് പോസ്റ്റ്പോൺ ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താ? ഈ നിമിഷം വരേണ്ടതായിരുന്നു. നമ്മളത് പ്രതീക്ഷിച്ചിരിക്കണം. യേശുവിൻ്റെ രണ്ടാം വരവ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. കാരണം ഈ നിമിഷം സംഭവിക്കേണ്ടതായിരുന്നു, എന്നാൽ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പോസ്റ്റ്പോൺ ചെയ്തു, അത് മാറ്റിവെച്ചു. അതാണ് 674-ാം ഖണ്ഡിക. മഹത്വപൂർണനായ മിശിഹായുടെ വരവ് ചരിത്രത്തിൻ്റെ ഓരോ നിമിഷത്തിലും മാറ്റിവെക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ രണ്ടാം വരവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ സമയം എപ്പോഴാ, ആ മണിക്കൂർ എപ്പോഴാ, ആ ദിവസം എപ്പോഴാണ്, ആ സ്ഥലം എവിടെയാണ്, ഇതെല്ലാം കൂടെ കൂടി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന അനേകം ആളുകൾ ജനങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ട്. 2000 ആണ്ടി വരുമെന്ന് ചിലർ പറയുന്നു, 2012 വരുമെന്ന് പറയുന്നു. പല ആളുകളും ഡേറ്റുകളും മണിക്കൂറുകളും പറഞ്ഞ് അതെല്ലാം തെറ്റി, അങ്ങനെ താളം തെറ്റി കണക്ക് തെറ്റി കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് എന്താണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തിരുസഭ പഠിപ്പിക്കുന്നത് 673-ാം ഖണ്ഡികയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം തിരുലിഖിതം, മനുഷ്യപുത്രന് പോലും ആ മണിക്കൂറോ നിമിഷമോ അറിഞ്ഞുകൂടാ എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതറിയേണ്ട കാര്യമല്ല, അതല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒരുങ്ങിയിരിക്കുക. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ.
ഇതാണ് നമ്മുടെ കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഏത് സമയത്ത് വന്നാലും നാം റെഡി ആയിരിക്കണം. ഇത് വചനത്തിലൂടെ നമ്മൾ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും സഭ പഠിപ്പിക്കുകയാണ്, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, എങ്കിലും ആസന്നമായിരിക്കുന്നു. യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിനു മുമ്പുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷവും ഇത് നിറവേറിയേക്കാം. ഏത് നിമിഷവും ഇത് സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ ഈ ലോകം, നമ്മുടെ ഈ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യുഗാന്ത്യവും അതിനോടനുബന്ധിച്ച് സംഭവിക്കാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷവും നിറവേറിയേക്കാം. ഈ ഒരു കാര്യമാണ് 673 ഖണ്ഡികയിൽ സഭ ദൈവ മക്കളെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഒരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ടാം വരവിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രണ്ടാം വരവെങ്കിൽ യേശു തൻ്റെ പ്രിയർക്കായി അവർക്ക് യോഗ്യമായ സമ്മാനങ്ങൾ നൽകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സമ്മാനം നമുക്ക് ഒത്തിരി പ്രതീക്ഷ നൽകേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു കാര്യം, 1984 10ാം ക്ലാസ് പാസ്സായത്. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ അന്ന് സ്കൂൾ ഫസ്റ്റായിട്ട് SSLCക്ക് സ്കൂൾ പണ്ടത്തെ SSLC ആണ്, അതിൽ സ്കൂൾ ഫസ്റ്റായിട്ട് അങ്ങോട്ട് പാസ്സായി. സെമിനാരിയിൽ ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് സ്കൂൾ അധികൃതർ സെമിനാരിയിലെ റെക്ടറച്ചന് ഒരു ഇൻഫർമേഷൻ കൊടുത്തു. ഇൻഫർമേഷൻ ഇതാണ്, ഇന്ന കുട്ടിയെ സ്കൂളിലേക്ക് ഒന്ന് പറഞ്ഞയക്കണം, ആ കുട്ടിക്ക് ഒരു ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മന്ത്രി വരുന്നുണ്ട്, മന്ത്രിയുടെ നാട്ടുകാർ ചേർന്ന് പൗരാവലിയൊക്കെ ചേർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ വെച്ച് മന്ത്രി ചില സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സമ്മാനങ്ങളൊക്കെ വലിയ ഇഷ്ടമായ കാര്യമായതുകൊണ്ട് റെക്ടർ ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ഇതാ മന്ത്രി വരുന്നു, ഇതാ സ്കൂളിൽ അസംബ്ലി കൂടി സമ്മാനം കൊടുക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഞാനത് എൻ്റെ മനസ്സിൽ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മന്ത്രി വരുന്നതും സമ്മാനം തരുന്നതും ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഞാനൊരു നല്ല ഷർട്ടൊക്കെ എടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ചു. കാരണം മന്ത്രിയുടെ മുമ്പിൽ പോകാനാണ്. സാധാരണ പഴയ ഷർട്ട് ഇട്ട് പോകാൻ നല്ലൊരു ഷർട്ട്, ആളുകൾ കണ്ടാൽ മോശം വരാത്ത നല്ലൊരു ഷർട്ട് നേരത്തെ എടുത്ത് ഞാൻ ഒരുങ്ങി. ആ ദിവസം വരുംതോറും ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ മന്ത്രി വരാൻ കുറച്ച് ദിവസങ്ങൾ 2 ആഴ്ചകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ അറിയിപ്പ് കിട്ടിയപ്പോൾ മുതൽ എൻ്റെ ഒഴിവ് സമയങ്ങൾ, ഇടവേള സമയങ്ങളിൽ എൻ്റെ ചിന്തയും എൻ്റെ ബുദ്ധിയും പലപ്പോഴും ഈ മന്ത്രിയെയും മന്ത്രി വരുന്ന സമ്മേളനത്തെയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന സമയവും സമ്മാനം ഏറ്റുവാങ്ങുന്ന രംഗങ്ങളും എൻ്റെ മനസ്സിലിങ്ങനെ ഭാവന കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമ്മാനം വാങ്ങേണ്ട ദിവസം തൊട്ടടുത്ത തലേ ദിവസം റെക്ടറച്ചൻ പറഞ്ഞു, ഏതായാലും വീട്ടിൽ പോലെ ഒരു ദിവസം നേരത്തെ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തലേ ദിവസം തന്നെ എൻ്റെ നല്ല ഡ്രസ്സോ ഒക്കെ എടുത്ത് ഞാൻ സെമിനാരിൽ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു. ബസ്സിൽ ഇരിക്കുമ്പോഴും എനിക്ക് വാസം പറഞ്ഞ വലിയ സന്തോഷമാണ്. ഞാൻ പഠിച്ച സ്കൂളിലേക്ക് പോകാം, എൻ്റെ മാഷുമാരെ കാണാം, എൻ്റെ കൂട്ടപ്പുറപ്പുകളെ കാണാം. അവിടെ എല്ലാം വലിയ സന്തോഷത്തിൻ്റെ ചിന്തകളാണ് എൻ്റെ മനസ്സിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രി ശരിക്കും വിശപ്പ് അധികമില്ല. കാരണം പിറ്റേ ദിവസം സ്കൂളിൽ ബഹുമാനിക്കപ്പെടാൻ പോകുന്ന ദിവസമാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ വലിയൊരു ബഹുമാനം കിട്ടാൻ പോണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അന്ന് വലിയ വിശപ്പൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ചൊക്കെ ഉറങ്ങി. പിന്നെ വെളുപ്പിന് നേരത്തെ എഴുന്നേറ്റും. അന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്കൊക്കെ സ്കൂളിൽ എത്തിയാൽ മതിയിരുന്നെങ്കിലും ഞാൻ 10 മണിക്ക് നേരത്തെ തന്നെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നു. കാരണം ഒരു സന്തോഷമാണ് അങ്ങോട്ടൊക്കെ ചെല്ലുന്നത്. അങ്ങനെ അവിടെ എല്ലാവരെയും കണ്ടു, ടീച്ചർമാരെ കണ്ടു. ആ മണിക്കൂർ വരാൻ വേണ്ടി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സ്കൂളിൽ 3 മണിക്ക് അസംബ്ലി ഉണ്ടായിരുന്നു. അവർ നല്ലൊരു സമ്മാനമൊക്കെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞു. അസംബ്ലി കൂടി നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് എന്നെ അനുമോദിച്ച്. അതിനുശേഷം സായാഹ്നത്തിൽ 6 മണിക്കാണ് മന്ത്രിയുടെ വരവ്. എനിക്ക് വലിയ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 6 മണിയുടെ അടുത്തായപ്പോഴത്തേനും ഒരു അറിയിപ്പ് വന്നു, ദേ മന്ത്രി വഴിയിൽ ചില തടസ്സം വന്നിരിക്കുകയാണ്, 2 മണിക്കൂർ അങ്ങോട്ട് താമസിക്കും. എനിക്കത് മടുപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഓക്കെ അതൊന്നും കുഴപ്പമില്ല. ഞാൻ വീണ്ടും കാത്തിരുന്നു. എനിക്ക് എത്ര താമസിച്ചാലും കുഴപ്പമില്ല, മന്ത്രി വരുമ്പോൾ എനിക്കന്ന് സമ്മാനം കിട്ടും. ഞാൻ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ വരുന്നത് കാണാം. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇത് മന്ത്രിയാണോ എന്നാണ് നമ്മുടെ നോട്ടം. അപ്പോൾ അത് മന്ത്രി അല്ലെന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം വരും, എങ്കിലും കാത്തിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ മന്ത്രിയുടെ വരവും കാത്തിരിക്കുമ്പോൾ ക്ഷീണമോ വിശപ്പോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്ലേശമോ ഒരു വിഷയമാണ് ഞാൻ എടുത്തിട്ടില്ല.
ഹല്ലേലൂയ. ഏതാണ്ട് ഇതേപോലെയാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ്. ഇതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായത്തിലെ 28-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഈ രണ്ടാം വരവ് എന്ന് പറയുന്നത് ഒരു പേടിപ്പെടുത്തുന്ന വിഷയമല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള കഷ്ടതകൾക്ക്, ഉപവാസങ്ങൾക്ക്, പരിഹാരങ്ങൾക്ക്, ദാനധർമ്മങ്ങൾക്ക്, വിശുദ്ധ ജീവിതത്തിന്, വചനം അനുസരിച്ചതിന്, നന്നായി ചിന്തിച്ചതിന്, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൽകൃത്യങ്ങൾക്കും ദൈവവചനം അനുസരിച്ച് ജീവിതത്തിന് സമ്മാനം കിട്ടുന്ന ദിവസമാണത്. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ ഒരുപാട് നിറം പിടിച്ച സ്വപ്നങ്ങളോടെ ഹൃദയത്തിൽ താലോലിച്ച് ആ ദിവസം ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആകാംക്ഷാപൂർവം കാത്തിരിക്കേണ്ട ഒരു വിഷയമാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അന്നാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കഷ്ടതകൾക്കെല്ലാം സമ്മാനം കിട്ടുന്ന ദിവസം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ആ മണ്ണെണ്ണ വിളക്ക്, പഴയ ആ കാലം, ഒരു കുഗ്രാം, ഒരു വില്ലേജ്, ആ വില്ലേജിൽ ആ മണ്ണെണ്ണ വിളക്കൊക്കെ വെച്ച് രാത്രിയും പകലില്ലാതെ പഠിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് സ്കൂളിലേക്ക് നടന്നു. മഴ കൊണ്ട്, വെയിൽ കൊണ്ട്, അങ്ങനെ മഞ്ഞും മഴയും വെയിലെല്ലാം കൊണ്ട് ആ സ്കൂൾ പഠന കാലഘട്ടത്തിൽ വർഷങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഒരു അംഗീകാരം കിട്ടുന്ന ആ ദിവസം, സന്തോഷത്തിൻ്റെ ദിവസം, ആ മണിക്കൂർ, ആ ഒരു സമ്മാനം നൽകപ്പെടുന്ന നിമിഷം ഒരു സന്തോഷത്തിൻ്റെയും ഒരു പ്രതീക്ഷയുടെയും ദിവസമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അനുഗ്രഹീതമായ പ്രത്യാശ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1041-ാം ഖണ്ഡിക, അവിടുത്തെ വിശുദ്ധരിൽ മഹത്വീകൃതരാകാനും വിശ്വസിച്ച സകലരിലും വിസ്മയ വിഷയമായി തീരാനും വേണ്ടി എഴുന്നള്ളുന്ന കർത്താവിൻ്റെ ആ പ്രത്യാഗമനത്തെ സംബന്ധിച്ച അനുഗ്രഹീതമായ പ്രത്യാശയെ അന്ത്യവിധിയുടെ സന്ദേശം പ്രഘോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഭയപ്പെടേണ്ട കാര്യമല്ല, നാം അതിനുവേണ്ടി ഒരുങ്ങണം, നാം പ്രാർത്ഥിക്കണം, നാം വിശുദ്ധ ജീവിതം നയിക്കണം. എന്നിട്ട് യേശുവിൻ്റെ ആഗമനത്തെ ത്വരിതപ്പെടുത്തണം. പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആ ആഗമന ദിവസത്തെ ത്വരിതപ്പെടുത്തണം. ഇതാണ് ശ്ലീഹ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതെങ്കിലും ചില പ്രത്യേക തരം ദുരുപദേശങ്ങൾ, എന്തെങ്കിലും ചില പ്രത്യേക തരത്തിലുള്ള ഇതിനു മുമ്പ് ആരെങ്കിലും സമയവും മണിക്കൂറും മിനിറ്റെല്ലാം പ്രവചിച്ച് അത് നടക്കാതെ പോയി. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും ലോകാവസാനവും യുഗാന്ത്യവും ഇതിനെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ല, അതൊക്കെ വെറുതെയാണെന്ന് ചിന്തിക്കുന്നു, അതൊക്കെ തട്ടിപ്പാണ്, പാഴ്വാക്കാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയണം. ദൈവവചനപ്രകാരമുള്ള ആരോഗ്യപരമായ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഏതെങ്കിലും പ്രബോധനങ്ങൾ കേട്ടു, പ്രഘോഷങ്ങൾ കേട്ടു, യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ഭയവും ആകുലതയും ഉത്കണ്ഠയും പിടികൂട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനങ്ങൾ വീണ്ടും സ്വീകരിച്ച് അതിനെക്കുറിച്ച് ആരോഗ്യപരമായൊരു കാഴ്ചപ്പാട്, ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് സ്കൂളിൽ ആ പ്രദേശത്തുള്ള കുറച്ച് പൗരന്മാരുടെ നേതൃത്വത്തിൽ ആ മന്ത്രി വന്നപ്പോൾ എനിക്ക് സമ്മാനം തന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ആദം മുതൽ ഇങ്ങോട്ട് യേശുവിൻ്റെ രണ്ടാം വരവ് വരെയുള്ള സകല മനുഷ്യരും ഒരുമിച്ച് സമ്മേളിക്കുന്ന ആ വലിയ മഹാസമ്മേളനത്തിൽ വെച്ചിട്ടാണ് യേശു ക്രിസ്തു നമുക്കായി സമ്മാനം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. സകലരുടെയും മുമ്പിൽ വെച്ച് നാം ബഹുമാനിതനാകുന്ന ദിവസമാണ് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ദിവസം, ലോകാവസാനത്തിൻ്റെ ദിവസം, യുഗാന്ത്യത്തിൻ്റെ ദിവസം. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തി, ദൈവമേ, എൻ്റെ യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് കൂടുതൽ ഒരുങ്ങാൻ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ക്ഷീണങ്ങൾ മാറട്ടെ, മടുപ്പ് മാറട്ടെ, ഉണർവ് ലഭിക്കട്ടെ, അഭിഷേകം നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. ഭയവും ഭാരങ്ങളും മാറിപ്പോട്ടെ. കൃപ നിറയട്ടെ, കൃപാവചനങ്ങൾ നിറയട്ടെ, കൃപാവചസ്സുകൾ നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന.
യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും യേശുവിനോട് പറഞ്ഞ് യേശുവിനോട് ഇടപെട്ട്, യേശുവേ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ വന്ന് എൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കണമേ. ഹൃദയത്തിൽ എന്തെല്ലാം കാര്യമുണ്ട് അതെല്ലാം പറഞ്ഞ് യേശുവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഇപ്പോൾ സ്പർശിക്കണമേ. രോഗികളെ തൊടണമേ. ബാലിക ബാലന്മാരെ അനുഗ്രഹിക്കണമേ. ഓരോ യുവാവിനും യുവതിനെ അനുഗ്രഹിക്കണമേ. തടസ്സങ്ങൾ മാറ്റണമേ. കണ്ണുനീര് ഒപ്പിയെടുക്കണമേ. കുടുംബ പ്രശ്നങ്ങൾക്ക് ഇടപെടണമേ. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. കണ്ണുനീര് ഒപ്പണമേ. നെടുവീർപ്പുകൾ അറിയണമേ. ഗന്ധങ്ങൾ ഒപ്പണമേ. തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന.